ഹലോ, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരു ചെറിയ പുഡിംഗ് ഉണ്ടാക്കി വെക്കാമല്ലോ. കോക്കനട്ട് ജെല്ലി പുഡിംഗ് കേട്ടോ ഇത്. എൻ്റെ ആദ്യത്തെ ട്രൈ ആണ്. വലിയ കുഴപ്പമില്ലാണ്ട് വിജയിച്ചു. ആദ്യം തന്നെ ചൈന ഗ്രാസ് കുറച്ച് ഇളനീ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ആട്ടോ ഞാൻ എടുത്തത്. ചൈന ഗ്രാസ് ഒന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്കും ഇളനീ വെള്ളം നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ 3 ഇളനീൻ്റെ വെള്ളം ആട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പുറമേ നിന്ന് കാണുമ്പോൾ വലിയ ഇളനീനെങ്കിലും പൊട്ടിച്ച് നോക്കുമ്പോൾ വലിയ കാര്യമൊന്നുമില്ലേന്നു. വിചാരിച്ചത്ര വെള്ളം കിട്ടിയില്ല. എന്നാലും കിട്ടിയത് വെച്ച് ഞാനങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇളഞ്ഞിവെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ടോ ഇട്ടത്. പഞ്ചസാരൻ്റെ അളവൊക്കെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണല്ലോ. ഇളഞ്ഞിവെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും ഞാൻ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുത്തിന് കേട്ടോ. മെൽറ്റായി വന്ന ചൈന ഗ്രാസ് ഞാൻ തിളച്ച ഇളഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിച്ചിട്ടോ. അതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ തിളപ്പിച്ചിട്ടുണ്ടേ. നല്ല രീതിയിൽ തിളച്ച് വന്നതിന് ശേഷം ഞാനിത് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് ആക്കിട്ടോ. പിന്നെ ഞാനിത് 3 കളറിലാട്ടോ ചെയ്തെടുക്കുന്നത്. കളറിൻ്റെ ആവശ്യമൊന്നുമില്ല, ഓപ്ഷണലാണ്. പക്ഷെ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. 3 കളർ ഞാൻ 3 ട്രേയിലായിട്ടാട്ടോ ചെയ്യണത്. ഇതാട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ള 3 കളേഴ്സ്. നിർഭാഗ്യവശാലി നമുക്ക് 2 ട്രേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊന്ന് ഞാൻ പ്ലേറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. അത് സെറ്റ് ആയി വരുമ്പോഴത്തേക്കും ഇളനീൻ്റെ കാമ്പ് വെച്ച് നമുക്ക് പൾപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് ഞാൻ ഇളനീൻ്റെ കാമ്പും പഞ്ചസാരയും പാലും ആട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ അടിച്ചെടുക്കട്ടോ. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നത് ഞാൻ വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ടാട്ടോ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജെല്ല് ആഡ് ചെയ്യാൻ പോണത്. ജെല്ലൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ കട്ട് ചെയ്ത പീസസ് നല്ല ചെറുതായിപ്പോയി. ആദ്യത്തെ ഡ്രൈ ആയതുകൊണ്ടാട്ടോ. ഇനി ഉണ്ടാക്കുമ്പോൾ സെറ്റാക്കാം. അങ്ങനെ 3 കളേഴ്സ് ഞാൻ ആ പൾപ്പിലേക്ക് ആഡ് ചെയ്തിട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മളെ കോക്കനട്ട് ജെല്ലി പുഡിംഗ്. ടേസ്റ്റ് വൈസും ഓക്കേനു. പിന്നെ ഉണ്ടാക്കാനാണെങ്കിൽ അധികം സമയം വേണ്ട, അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട. ഞാനിതിൽ ഐസ്ക്രീം ആഡ് ചെയ്തിട്ടാട്ടോ കഴിച്ചത്. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ടെൻഡർ കോക്കനട്ട് ജെല്ലി പുഡിംഗ്.